രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇതൊക്കെ എത്രയെന്നും പറഞ്ഞാണ് ജനങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നത്. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇത് വെറും കള്ളക്കേസ്, കള്ളക്കഥയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം കണ്ടില്ലേ, അതിജീവിത കക്ഷി ചേർന്നിരിക്കുകയാണ്. രാഹുലിനെ എങ്ങനെയെങ്കിലും പൂട്ടണം, രാഹുലിനെ എങ്ങനെയെങ്കിലും തകർക്കണം, രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർത്ത് രാഹുലിനെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും, ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ നിന്നും രാഹുലിനെ എടുത്ത് പുറത്ത് കളയണം. അല്ലെ നാളെയുടെ വാഗ്ദാനമായിട്ട് രാഹുൽ വളർന്നു വരും എന്ന് അറിയാവുന്ന ആളുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കള്ളക്കഥയുടെ ഭാഗമാണ് ഇതൊക്കെയെന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാഹുൽ ഇന്ന് MLA ആണെങ്കിൽ നാളെ മുഖ്യമന്ത്രി ആവുമെന്ന് നല്ലതുപോലെ അറിയാവുന്ന ആളുകൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുഷ്പം പോലെ അനുകൂലമായിട്ടേ വിധി വരികയുള്ളൂ. കാരണം ഈ ഒരു പീഡനം നടന്ന് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും മാസങ്ങൾ, ഇത്രയും നാളായിട്ട് പോലും അന്നൊന്നും പരാതി കൊടുക്കാതെ ഇലക്ഷൻ്റെ സമയത്ത് മാത്രം പരാതിയുമായിട്ട് വരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ദുരുദ്ദേശം, അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, റൈസ് തിന്നുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ അല്ലേ? ആശയം കൊണ്ടോ ബുദ്ധി കൊണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ജനനേതാവിനെ തകർക്കാൻ പറ്റില്ലെന്ന് നല്ല പോലെ ഭരണപക്ഷത്തുള്ള ആളുകൾക്കും അതുപോലെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കും നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നാറിയ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. ഉമ്മൻചാണ്ടിയുടെ കേസ് നോക്കിയേ, സെയിം ഇത് തന്നെ അല്ലായിരുന്നോ? ഇലക്ഷൻ ആവുന്ന സമയത്ത് അത്രയും നാളൊന്നും ഇല്ലാതിരിക്കുന്ന പരാതികൾ ഇലക്ഷൻ ആവുന്ന സമയത്ത് മാത്രം കൊണ്ടിട്ട് തകർക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ ഊളകളുണ്ട്. ഇതുപോലെ കുതുകാൽ വെട്ടികളുണ്ട്. ഇതുപോലുള്ള കുതുകാൽ വെട്ടി കസേരമോഹികളായിട്ടുള്ള ആളുകളുണ്ട്. ഇതൊന്നും ഈ സാധാരണക്കാരടുത്ത് വില പോകില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇത് ഇനി ഉമ്മൻചാണ്ടിയുടെ കേസിലൂടെ എല്ലാ ആളുകൾക്കും മനസ്സിലായി. ആ പാവം മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലുള്ള പെണ്ണ് കേസുകൾ കൊണ്ടുവരുന്നത് തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത്. അതിന് ഏത് പാർട്ടിയാണെങ്കിലും, ഭരണപക്ഷത്തുള്ള ആളാണെങ്കിലും ഇടതുപക്ഷത്തുള്ള ആളാണെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അരിയാഹാരം കഴിക്കുന്ന റൈസ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. നിങ്ങളൊന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കണ്ടു നോക്ക്. ഉറപ്പല്ലേ രാഷ്ട്രീയപ്രേരിതമായിട്ടല്ലേ ഇത് ഈ കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നത്? അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴാണ് പരാതിയായിട്ട് പോകുന്നത്? ഉടനെ പോകണമല്ലോ. ഇത് 5 മാസം ഇത് ഇവരൊരു കൂടെ ശ്രമം നടത്തി ഇലക്ഷൻ സമയത്ത് അവളെ കൊണ്ടുവന്ന് ഇവിടെ വേറെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടി നേരെ മുഖ്യമന്ത്രി എടുത്താൽ പോകുന്നത്. അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നു, സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് പരാതി എഴുതി വാങ്ങിച്ചു. ഉടനെ തന്നെ ക്രൈം ബ്രാഞ്ചിന് കൊണ്ടുവന്നു കേസ് കൊടുത്തു. അവനെ അറസ്റ്റ് ചെയ്ത് ഈ സമയത്ത് കംപ്ലീറ്റ് മീഡിയ ശ്രദ്ധ മുഴുക്കുക അതിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ശബരിമലയിലുള്ള ഈ കൊള്ള മുതലും ഈ പത്മകുമാറിനെ കൊണ്ടുപോയതും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിൽ കിടക്കണമല്ലോ, അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ മാറ്റി വിടുക. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു 10 വോട്ട് കൂടുതൽ വാങ്ങുക. ഇതാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവരുടെ പദ്ധതി. അതാണ്. പക്ഷേ ഇത് വില പോവില്ല, അത് ഉറപ്പാണ്. ഇതിന് കൂടുതൽ ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലല്ലോ. നമുക്ക് ജനങ്ങൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് അവർക്ക് നേരെ തിരിച്ചടിയാവും. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ഇപ്രാവശ്യം ചെയ്യും. കാരണം ഇനി ഇതുപോലെ ഇതുപോലെയുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് എങ്കിലും ഞാൻ പറയണത്, എന്തിനാ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് ആവശ്യമില്ലാത്ത രീതിയിൽ ആരോപണം ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ മുമ്പേ ഉള്ള ഒരുപാട് പേര് പല വിഭാഗങ്ങളിലുണ്ടല്ലോ, അവരെയൊക്കെ ആദ്യം തുറക്കലിടട്ടെ, എന്നിട്ട് ഈ വരുന്നവരെ പോകും. എല്ലാവർക്കും ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നാണല്ലോ നിയമം. മാങ്കൂട്ടത്തിന്റെ കൂടെ അല്ല, പക്ഷേ എങ്കിലും അവൻ ആരോ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന പാർട്ടിയല്ല. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് മക്കളുള്ളവനാണ്. അവൻ ആരോ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ പാർട്ടിക്കാർ ആരോ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ അവൻ അങ്ങനെ ഉള്ളവനൊന്നും അല്ല. അവൻ നല്ലൊരു നേതാവാണ്. നല്ല രീതിയിൽ അവൻ ജീവിച്ചുകൊണ്ട് വന്നാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പരാതി കൊടുത്ത സ്ഥിതിക്ക് ഒരു അറസ്റ്റ് പരാതി കൊടുക്കാൻ കാരണം അത് അവനെ കൊണ്ട് അത് അവന് വേണ്ടി കൊടുപ്പിച്ചതാണ്. അത് കാരണം എന്താ വെച്ചാൽ ഈ കള്ളക്കടത്തെ സ്വർണത്തിന്റെ മോഷണം മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ചെയ്ത വേലയാണ്. അത് മുഖ്യമന്ത്രിയുടെ ആൾക്കാർ ചെയ്ത വേലയാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊന്നും ചെയ്യണ പാർട്ടി അല്ലെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അവൻ്റെ പാർട്ടിയല്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ്. എങ്കിലും ഞാൻ പറയണത്, എന്തിനാ ഒരു കണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടി മാത്രം
കാട്ടിക്കൂട്ടിയെടുത്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം ചീറ്റിപ്പോകുമല്ലേ. ഹൈക്കോടതിക്ക് പോലും മനസ്സിലായി. ഹൈക്കോടതി പോലും ഇതിനെ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ട് പോവാണ്. രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെ ശിക്ഷിക്കുന്നില്ല? ഇത്രയും പരാതികൾ വന്നിട്ട് പോലും, 2 പരാതി വന്നല്ലോ, 2 പരാതി വന്നിട്ട് പോലും എന്തുകൊണ്ട് ഹൈക്കോടതി പോലും രാഹുലിനെ ശിക്ഷിക്കുന്നില്ല? ഹൈക്കോടതിക്ക് പോലും മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം അതിജീവിതയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. എന്നിട്ട് എന്തേ? ഇതൊന്നും പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പുറകിലുള്ള ആളുകൾക്ക് അറിയാം ഈ ഗൂഢാലോചന, ഈ കള്ളക്കേസ് കൊണ്ടുവന്നത് ആരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇതിനെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് തന്നെ. അല്ലെ തന്നെ ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള ഈ അതിജീവിത പറയുന്ന കാര്യങ്ങൾ ഒരു കമൻറ്റിലൂടെ, ഒരു റിക്വസ്റ്റിലൂടെ പരിചയപ്പെടുന്നു. അതിലൂടെ അവർ മാനസികമായിട്ട് അടുക്കുന്നു, ശാരീരികമായിട്ട് അടുക്കുന്നു. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പരാതിയുമായിട്ട് വരുന്നു. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ ഇതൊക്കെ ഒരു രാഷ്ട്രീയ, അതും ഇലക്ഷൻ്റെ സമയം ആയപ്പോഴത്തേക്ക്, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് സാധാരണ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ രാഷ്ട്രീയ പകപോക്കൽ. ഇതുപോലൊരു നാറിയ രാഷ്ട്രീയ കളി വേറെ ഒന്നുമില്ലെന്ന് തന്നെ പറയാം ഈ ഒരു പെണ്ണ് കേസ് കൊണ്ടിരുന്ന പരിപാടി അല്ലേ. രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വളർന്നു വരുന്ന ഒരു യുവാക്കളുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ തകർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയാണെന്ന് നല്ലതുപോലെ മനസ്സിലാവും കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും. അതുകൊണ്ടാണ് ജനങ്ങളിപ്പം പ്രതികരിച്ച് തുടങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനെയാണോ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വിളിക്കുന്നത്? അപ്പോൾ അത്രയ്ക്കും തലയ്ക്കിതേ ഉള്ളൂ ഇവർക്ക്, തലയ്ക്ക് തലച്ചോറേ ഉള്ളൂ. ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് മറ്റൊരു നാട്ടിലെ MLA ആയിട്ടുള്ള ഒരാളെ, സ്വന്തം നാട്ടിലെ MLA പോലുമല്ല, മറ്റൊരു നാട്ടിലെ MLA ആയിട്ടുള്ള ഒരാളെ വിളിക്കുന്നു, അവിടെ കുടുംബ പ്രശ്നം പരിഹരിക്കാനെ കൊണ്ട് അയാളെ അതിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അയാളെ ഭാഗത്തുനിന്ന് അതിന് എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായാൽ തന്നെ അവിടെ ആ ഇരയായിട്ടുള്ള ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അതിജീവിതം എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം കുടുംബത്തോടും അല്ലെങ്കിൽ ഹസ്ബൻഡിനോടും അത്രമാത്രം സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടേനെ, അവിടെ ഒരു പാലം ഇട്ടേനെ. നിങ്ങൾ ഈ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ല, യോജിപ്പില്ല, വെളിയിൽ പോകാൻ പറഞ്ഞേനെ. നേരെ മറിച്ച് എന്താണ് ചെയ്തത്? 4 ദിവസം മാത്രം ഒരുമിച്ച് താമസിച്ചെന്ന് പറയുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഇവർ ഇല്ലേ. എന്നിട്ടും വെറും 4 ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് താമസിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കോടതി വിശ്വസിക്കും? എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടും ഈ അതിജീവിതമായിട്ടുള്ള ഇവരും ഒരുമിച്ച് പരസ്പരം ഇഷ്ടത്തോടു കൂടി, പരസ്പര തീരുമാനത്തോടു കൂടിയാണ് ഇവർ ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ. എന്നിട്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെ കുറ്റക്കാരനാവും? എല്ലാം കഴിഞ്ഞതിന് ശേഷം അതാണ് പറഞ്ഞത്, ഇത് കോടതി ഇത് മുഖവിലക്കെടുക്കത്തേയില്ല. ഇതൊരു പീഡനമായിട്ട് എങ്ങനെ കോടതി കണക്കാക്കും? ഇത് ഏത് വകുപ്പിൽ ഇത് എഴുതി ചേർക്കുമെന്നാണ് കോടതി പോലും ആലോചിക്കുന്നത്.